ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഓണായിട്ട് പുറത്തൊക്കെ പോയ ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വെളിയിലാട്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേരപ്പം ഗൈസ് തിരക്കായിരുന്നു, ഒന്നും പറയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഇത് തൂക്കുപാലം, ഈ തൂക്കുപാലം കിടന്നാണ് ഗൈസ് അപ്പുറത്ത് പോകാം. അങ്ങനെ നമ്മൾ തൂക്കുപാലം കിടന്ന് അപ്പുറത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം ഗൈസ് ഒന്നും പറയില്ല, രണ്ട് സൈഡിലും ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, കളിപ്പാട്ടം, കോളിഫ്ലവർ, എല്ലാ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കടലിന് സൈഡിലാണ് കേട്ടോ ഇതെല്ലാം വെച്ചിങ്ങനെ കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടുവന്ന് അത്രയ്ക്ക് തിരക്കായിരുന്നു, കാരണം ഓണായത് കൊണ്ടാവാം. അപ്പോൾ ചേച്ചി എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടലിലോട്ട് പോവുകയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, വാവച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ കടലിലോട്ട് ഇറങ്ങാനുള്ള ഇതാണ്. വാവച്ചൊരു ചെരുപ്പൊക്കെ വരികയാണ്. വെയിൽ ഗൈസ് ഒന്നും പറയില്ല, 4 മണി ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അങ്ങനത്തെ വാവച്ചത് വെള്ളത്തിൽ കളിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മുമ്പൊക്കെ വാവയ്ക്ക് നല്ല പേടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ, വരയൊക്കെ ചെന്ന്. ഇപ്പം ഗൈസ് അവൾ നല്ലതുപോലെ ചിരിച്ച് തക്കണം. പക്ഷേ എനിക്കാണ് ഗൈസ് പേടി. എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഞാൻ വിളിച്ചുകൊണ്ട് പോകണം. വെള്ളം അവിടെ നിന്ന് വരുമ്പോഴേ ഞാൻ ഓടും. പിന്നെ ചേച്ചി നിൽക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ വലിയ ഇതിലൊക്കെ നിൽക്കുന്നത്. ഈ പ്രാവശ്യം അവിടെ ഫുള്ളുള്ളതാണ് ഈ ഒരു പട്ടം കേട്ടോ. ഇത് 60 രൂപ 70 രൂപ എങ്ങനെയാണ്. അവിടെ ഫുള്ള് എല്ലാവരുടെ കയ്യിലും പട്ടം ഉണ്ട്, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുതിരയിൽ കയറാൻ വേണ്ടി വില ചോദിക്കാൻ പോയി. പക്ഷേ ആളെന്ന് 100 രൂപയാണ്. പക്ഷേ ഒരു കൊച്ചുകുട്ടിക്കും ഒരു വലിയ കുട്ടിക്കാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് പേടിയുണ്ട്, അതിലും നമ്മൾ കയറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത ഒരു പാർക്ക് ഉണ്ടായിരുന്നു, കൊച്ചു പിള്ളേർക്ക് കയറാൻ പറ്റുന്ന പാർക്കാണ്. അങ്ങനെ നമ്മൾ ചാരൂസിനെ ആ പാർക്കിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നത്. അങ്ങനെ അവൾ കയറി നേരെ കാറിലാണ് ഇരുന്നത്. അങ്ങനെ കാറിലെ വണ്ടിയിലെ സ്റ്റീറിങ് കിട്ടിയ പിന്നെ ചാരൂസ് കാറിൽ അങ്ങനെ പറക്കുകയാണ് കേസ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ തൊട്ടടുത്ത് വേറൊരു ഇങ്ങനെ പ്ലേസാണ്. അവിടെ 5-6 ഊഞ്ഞാൽ ഇങ്ങനെ വലിയവർക്ക് ആടാനും ചെറിയവർക്ക് ആടാനൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആ ഊഞ്ഞാലിൽ ആടിയിട്ട് ഇത് അവിടെ ഇരിക്കണം. അതിനിടയ്ക്ക് നമ്മൾ കോളിഫ്ലവറൊക്കെ വാങ്ങിച്ച് അങ്ങനെ അത് കഴിക്കാനായിട്ടാണ്. കോളിഫ്ലവർ നല്ല എരിയുണ്ട്, പക്ഷേ ഇത് കൂടെ മൊരിയുണ്ട്. പിന്നെ ഞാനും ചെറിയതിന് പറയല്ലേ, ഈ പുറത്തുചക്കയിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് അതാണ് കഴിച്ചത്. അതാണെങ്കിൽ ഒരു ഇതില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുചക്ക നല്ല പഴുത്തില്ല, ആ സൈസായിരുന്നു. അങ്ങനെ ഞാനും ചാരൂസും പിന്നെ പറയണം അങ്ങ് തട്ടി വിട്ട്. അതിനിടയ്ക്ക് ഇത് ട്രെയിൻ എടുത്തൊരു സംഭവം പറഞ്ഞിട്ട് ഇതിനകത്ത് ആൾക്കാരൊക്കെ ഇരുത്തി അത് ആ ട്രെയിൻ ഫുള്ളാകുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വേളി ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണിച്ച് തിരിച്ച് കൊണ്ടുവരണേണ്ട. പക്ഷേ ഇതിനകത്ത് ആൾക്കാർ നിറച്ചുകൊണ്ട് വെളിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കാണാനും പറ്റില്ല, ഇതിലിരുന്ന് ഇങ്ങനെ കണ്ടുപോകാനുള്ളൂ. അതൊക്കെ ഇപ്പോഴത്തെ പുതിയ ഇതാണ് ഗൈസ്, മുന്നേ നിന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഊഞ്ഞാലക്കാടി അവിടെ നിന്ന് അത് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നല്ല സുഖമുണ്ട്, ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിരിക്കും. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ എടുക്കും. അതിനിടയ്ക്ക് ചാരൂസും ചേട്ടനും ഊഞ്ഞാലാട്ടം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇതാണ് കേട്ടോ തൂക്കുപാലം ഗൈസ്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ പാലമാണ്. പക്ഷേ ഈ പാലമാണെങ്കിൽ കയറുമ്പോൾ ഗൈസ് നമ്മൾ ഉയരെടുക്കും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇത്രയും ആൾക്കാർ കയറുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ അവിടെ നിൽക്കണ്ട. അതിനടിയിൽ കായലാണ്, വീഴുന്ന ചത്ത് കായലിനകത്താണ്. അങ്ങനെ ഇത് ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടെയാണ്. ചിലവരൊക്കെ പേടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്, ഞാൻ എന്നെക്കാളും പേടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൂക്കുപാലം രക്ഷപ്പെട്ടിങ്ങ് വെളിയിറങ്ങി. അപ്പോഴാണ് പരുന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. പിന്നെ നമ്മൾ പരുന്തിനെയൊക്കെ അങ്ങ് എടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞ് വെളി വന്നപ്പോഴത്തേക്ക് അവിടെ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കണം കണ്ട. അങ്ങനെ ഇതൊക്കെ വെളിയിലകത്തിട്ടിങ്ങനെ ലൈറ്റ് കാണാം, ഒരു രക്ഷയില്ല കേസ്. മരത്തിലും അങ്ങും ആയിട്ട് ഇങ്ങനെ തൂക്കി ഓരോ കളറായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നല്ലോണം കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ കൂടെ ഇതായിരുന്നെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ എവിടെ ഒരു ഊഞ്ഞാലിടുന്ന കേസ്, അതിലാണെങ്കിൽ ഫാമിലി ആയിട്ടിരുന്ന ആറിന് ഊഞ്ഞാലാണ്. പക്ഷേ ഇവിടെ കൊച്ചു പിള്ളേർക്ക് മാത്രമേ ഇരുത്തുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ ആരും കാണാതെ ഞാനും കൂടെ ചാരൂസിൻ്റെ കൂടെ പോയിരുന്ന അങ്ങ് ആടി. നല്ല സുഖം ഉണ്ടായിരുന്നില്ല. ചാരൂസ് അതിനിടയ്ക്ക് ഉറങ്ങിപ്പോയി കേസ്, ആട്ടി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിൻ്റെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കാണ് പോണ വഴിക്കുള്ള ലൈറ്റുകളാണ് കേസ് ഇത്. അതും ഒരു രക്ഷയില്ല. ഇത് നിയമസഭയിൽ ഇട്ടിങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം നിയമസഭയിലെ ഫ്രണ്ടിലൊക്കെ ഇട്ടിങ്ങനെ ലൈറ്റാണ്. ഒരു രക്ഷയില്ല, നിയമസഭ കണ്ടുകൂടാ കേസ്, അത്രയ്ക്ക് മാത്രം. 2 സ്ഥലം ആൾക്കാർ കാണാൻ. ഇത് ഈ വർഷം കണ്ട ഒരു ഇതാണ്, ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അവിടെ പല രൂപങ്ങൾ കാണിക്കുക, തെയ്യം, അങ്ങനെയുള്ള പല രൂപങ്ങളും കാണിക്കണം കേസ്. അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ട് കണ്ട. ഇതൊക്കെ ഇപ്പോൾ ഈ വർഷത്തെ ഇതുകളാണ്. ഇത് കാണാൻ ഒരു വൻ ജനക്കൂട്ടമാണ് താഴെയുള്ളത്, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നിറച്ച ആൾക്കാർ ഇത് കാണാണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇത് ഈ വർഷത്തുള്ള ഇതാണ് കേട്ടോ. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ആകാശത്ത് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് കാണാൻ. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.